ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. താങ്കൾ ശരിയാണ് അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ് അഹങ്കാരം താങ്കളുടെ വാക്കുകൾ ഒരിക്കലുമില്ല, അഹങ്കാരമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത്. നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നും. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാർ പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കളുടെ സ്വന്തം വീട്ടിലെ സ്റ്റുഡിയോയിൽ ഇരുന്ന വീട്ടിൽ 4 പേർക്ക് കാണാനല്ല. 100% ഞാൻ യോജിക്കുന്നു. മണ്ടത്തരായി പോയി, എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഞാൻ ആരുടെ തലേ ചെന്ന് ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? മോനൊന്ന് കിട്ടിയല്ലേ ഇവിടെ? ഇതുപോലെ എത്രണ്ണം കിട്ടിയിരിക്കുന്നു, അല്ല എത്രണ്ണം കൊടുത്തിരിക്കുന്നു. ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി ചെയ്യണം. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. അപമാനിക്കല്ലേ? സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലുമില്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയാണെന്നോ ഇങ്ങനെ ടൈപ്പാ. എന്തായാലും തുറന്നു പറയത്തില്ലോ, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ. അതിപ്പോ സൂചിച്ചാട്ടം മരിച്ചു പോയില്ല, സൂചിച്ചാട്ടം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്ന് എന്നൊന്ന് തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. പക്ഷെ ഇനി അവളുടെ മുമ്പിൽ ഒരു നമ്പർ ഇടാൻ നോക്കൂല. എടാ രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ലേ? ഒരിക്കലുമില്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അപ്പൊ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം അദ്ദേഹം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കൾ അന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. എന്തൊരു കുരിശാടാ ഇത്. വെബ് സീരീസിനകത്ത് സൂചിച്ചാണ്ടോടെ 4 എപ്പിസോഡ് പറഞ്ഞിരുന്നു. 4 എപ്പിസോഡ് അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. അതെ, അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്. ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. മിണ്ടി പോകരുത് കരുതേ, മിണ്ടി എന്നെ ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയം. അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാവോ? അപ്പൊ മറ്റേ എന്താണ് പറയണ്ട. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ഹാപ്പി ആയില്ലേ മിസ്സോ? നീ ഹാപ്പി അല്ലേ? Okay, bye.